അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലും അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ കൂടെ ബഹുമാനായ പോലീസ് ഓഫീസർ ഷാജാൻ സാറാണുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടറിലെ അതിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പുതിയൊരു കലണ്ടർ വരുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന വളരെ സൗകര്യപ്രദവും അതുപോലെ തന്നെ ആശ്വാസകരവുമായ ഒരു പദ്ധതിയെക്കുറിച്ചും ഒരു കലണ്ടർ രൂപരേഖയെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്ലാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. തുടർച്ചയായിട്ടും നമുക്ക് ചില വിശേഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലേക്കും അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും. സാറേ, കഴിഞ്ഞതിൽ നമ്മൾ നമ്മൾ നേരെ ഈ ഒരു വിഷയത്തിലേക്ക് വരികയായിരുന്നു. സ്വാഭാവികമായിട്ടും കലണ്ടറിനെ കുറിച്ച് ഇങ്ങനെ ഒരു പുതുമയുള്ളൊരു വിഷയമാണ്. ആളുകൾ പലപ്പോഴും കലണ്ടർ പഴയത് ഈ എണ്ണം ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇത്ര വർഷം ഇത്രയാകുമ്പോൾ അത് ഏതാ ഡേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പോരായ്മകൾ ഇന്ന പ്രശ്നങ്ങൾ അതിലുണ്ട്, ദിവസം എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പം അതിന് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് ആദ്യമായിട്ടാണ്. ആളുകൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയല്ല. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് തന്നെ സാറിൽ ആളുകൾക്ക് കൗതുകം ഉണ്ടാവും. ഇപ്പോൾ സാർ എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് കൊള്ളാവും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നും. എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കുറ്റോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസം. ഓക്കെ, വൈഫ്, 4 കുട്ടികൾ, ഉമ്മ, വാപ്പ ഒക്കെ ഉണ്ട് വീട്ടിൽ. പിന്നെ ലോകത്ത് ആരും ചിന്തിക്കാത്ത, ആരും പറയാത്ത, ആരും കേൾക്കാത്ത പുതിയൊരു സബ്ജക്റ്റാണ് കലണ്ടർ സിസ്റ്റത്തിൽ ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം. കാരണം ഞാനിപ്പം ലീവ് എടുത്തിട്ട് ഒരു മാസമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കോഴിക്കോട് ബീച്ചിലൊക്കെ ഫ്ലക്സ് അടിച്ചിരുന്നു, പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തേടാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും നമ്മൾ 2-3 ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട് ഇരുന്നിട്ട് ഒക്കെ ഒരു പൊങ്ങ് വെള്ളത്തിട്ട് ഇങ്ങനെ പോകാന്നല്ലാതെ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് അപ്ഡേഷൻ, എന്ത് മാറ്റം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇന്ന് ഞായറാഴ്ച ആയിക്കോട്ടെ, ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കൾ ആയിക്കോട്ടെ, നാളെ തിങ്കൾ ഇങ്ങനെ പോവുക. അത് ശരിയാണ്. അവർക്ക് ഒരാൾ വിചാരിച്ചാൽ മാറാവുന്ന സംഭവം അല്ല ഇത്. ഇതിനൊരു അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇതിൽ മാറ്റം സംഭവിക്കുന്നില്ല. ഇതിങ്ങനെ പോകുന്നു. നമ്മൾ കലണ്ടർ നോക്കിയൊക്കെ പ്ലാൻ ചെയ്യണേ. നമ്മൾ അടുത്ത മാസം എന്തെങ്കിലും വീട്ടിൽ പരിപാടിയൊക്കെ ആണെങ്കിൽ കലണ്ടർ മറിച്ച് വെക്കണേ, അതിലേതാ ഡേറ്റ് ദിവസം നോക്കിയിട്ട് മറ്റുള്ളവരോട് പറയുന്നു, അത് ശരിയാന്ന് സങ്കല്പത്തിൽ അവർ വരുന്നു, പരിപാടി നടത്തുന്നു, പിരിഞ്ഞു പോണ്. അല്ലാതെ ഇതിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പം അങ്ങനെ സാറ് ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ പ്രതികരണം? ഒന്നിപ്പോൾ ജനങ്ങൾ സാധാരണക്കാരിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർ കൈമലർത്തുന്നു. പക്ഷെ സാർ പലരും ഇൻഡിവിജ്വലായിട്ട് സമീപിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ എന്താണ് അതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ രീതി? എങ്ങനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ലീവ് എടുത്തിട്ട് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ട് ആരാണ് ഇതിൻ്റെ അതോറിറ്റി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നടന്നത്, ആരാണ് ഇത് മാറ്റം നടത്താനുള്ള അവകാശമുള്ളത്. അപ്പം നമ്മൾ മനസ്സിലായത് UN ആണ് ഇതിന് അവകാശം. ഇത് ചേഞ്ച് നടത്തണോ വേണ്ടേ എന്നൊക്കെ UN അവകാശമുണ്ട്. ആ UN പോലും ലോകത്ത് നിലവിൽ വന്നത് 1945. അതിൻ്റെ മുന്നേ UN ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല, സംവിധാനമല്ല. ഓരോന്നും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. മൊബൈൽ ഫോൺ കണ്ടെത്താൻ മൊബൈൽ ഫോണിൻ്റെ ആവശ്യം ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മൊബൈൽ ഫോൺ കണ്ടെത്തി. വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് മനുഷ്യൻ കണ്ടെത്തിയതാണ്. എന്നാൽ കണ്ടെത്തി കഴിഞ്ഞ് ലോകത്തെല്ലാവരും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതിരിക്കാൻ പറ്റൂല. മനുഷ്യന് ഏതെങ്കിലും ഒരു സിസ്റ്റം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം ഇല്ലാതിരിക്കാൻ പറ്റൂല. പക്ഷേ മനുഷ്യന് ഒരുപാട് തെറ്റിദ്ധാരണകൾ കുടുങ്ങിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകളാണെന്നുള്ള പിൽക്കാലത്തെ തെളിയിച്ച് അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മൊബൈൽ ഫോൺ തന്നെ കണ്ടെത്തി അന്ന് പോക്കറ്റ് ഇടാനാണെങ്കിൽ എടുത്ത് പറ്റൂല, അവിടെ പിടിക്കാൻ പറ്റൂല, പമ്പൊന്നും ഉപയോഗിക്കാൻ പറ്റൂല എന്നൊക്കെ എല്ലാ പമ്പിലും എഴുതി വെച്ചിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. ഇന്ന് ഏതെങ്കിലും ഒരു പമ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് എഴുതി വെക്കോ? ഇല്ല. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും വന്നതിൽ അതൊക്കെ തെറ്റായൊരു ചിന്താഗതിയും സങ്കല്പമാണെന്ന് തോന്നി. അപ്പോൾ ഉപയോഗിക്കണതിന് പ്രശ്നമല്ല, അങ്ങനെ ഓടും. അത് ശരി. അപ്പം അത് മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് വെച്ചാൽ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു ആവശ്യം വേണമെന്നൊരു ബോധവൽക്കരണം, കാരണം നിലവിൽ റോങ് ആയിട്ട് നമ്മൾ പലതും പോകുന്നുണ്ട്. അതിനൊരു ഉത്തരം എന്താ വെച്ചാൽ നമ്മളെ ബ്രെയിൻ ലിപി ഉണ്ട്. ബ്രെയിൻ ലിപി, കണ്ണ് കാണാത്തവരുടെ ഭാഷ, അത് ആരാണ് കണ്ടെത്തിയത്? ലൂയിസ് ബ്രെയിൻ എന്ന് പറഞ്ഞ അത് കണ്ടെത്താൻ കാരണം അവന് ആദ്യം കണ്ണ് കാണുമായിരുന്നു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ അവന് ഒരു അപകടത്തിൽ 2 കാഴ്ചശക്തി നഷ്ടപ്പെട്ട് 2 കണ്ണും കാണാതായി. അപ്പോഴാണ് അവന് കണ്ണ് കാണാത്തവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാരണം അത് മുമ്പ് കണ്ണ് കാണുമായിരുന്നു, പിന്നെ കണ്ണ് കാണാതായി. അപ്പോൾ കണ്ണ് കാണാത്തവരുടെ ലൈഫും അവനക്ക് മനസ്സിലായി, കണ്ണ് കാണുന്നവരുടെ സന്തോഷവും സുഖസൗകര്യങ്ങളും മനസ്സിലായി. ഇത് രണ്ടും മനസ്സിലായപ്പോഴാണ് കണ്ണ് കാണാത്തവർക്കൊരു ഭാഷ ഓനെ കണ്ടെത്താൻ പറ്റും, ഓനെ മുന്നിൽ മനസ്സിലുണ്ട് എഴുതിയ. അങ്ങനെയാണ് അവൻ കണ്ടെത്തുന്നത്. അതുപോലെ എനിക്ക് കലണ്ടർ ലൈഫിൽ ഇത് എളുപ്പമായാൽ എത്രത്തോളം അഡ്വാൻസ് ആവുമെന്ന് മനസ്സിലായി. ഇത് ഫുള്ളായിട്ട് പഠിച്ചപ്പോൾ ഇത് ഇപ്പം ഞാൻ ഒരു ന്യൂസ് കേൾക്കുകയാണെങ്കിലോ എന്ത് കേൾക്കുകയാണെങ്കിലും
വെറുതെ അതേത് ദിവസമായിരുന്നു എന്ന് കണക്ക് കൂട്ടും. അങ്ങനെ ന്യൂസ് കാണുകയാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഇന്ന ദിവസമായിരുന്നു ആ കേസിൻ്റെ ആസ്പദമായ സംഭവം എന്ന് പറയുകയാണെങ്കിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ നോക്കും അതേത് ദിവസമായിരുന്നു. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു ഇന്നൊരു ദിവസം ഏത് ദിവസമാണ്, ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഏത് ദിവസമാണ്. അപ്പോൾ ഞാൻ ആ ദിവസം പറഞ്ഞു കൊടുത്താട്ട് ചോദിക്കാത്തൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്നോട് ഡേറ്റ് ചോദിച്ചാൽ ആ ദിവസം അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ആവശ്യം. അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ആ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഏത് ദിവസമാണെന്ന് ഓർമ്മയില്ല. പക്ഷേ അതേ ഡേറ്റിൽ മാത്രമേ ആ ഡോക്ടർ അവിടെ ഉണ്ടാവുള്ളൂ, ആ ദിവസം മാത്രമേ ഡോക്ടർ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ആ ദിവസം ഏതാണെന്ന് അറിയണം. അതുകൊണ്ട് അത് അറിയാൻ മാർഗമല്ല, ഡേറ്റ് ഉണ്ട്, നോക്കി റിസ്ക് എടുക്കണം. 3-4 വർഷം ബാക്കോട്ട് പോയി. അപ്പം അത് ഏത് ദിവസമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു ഇടങ്ങേറിലേക്കാണ് എത്തിക്കുന്നത് എന്ന്. അപ്പം ഇത് ഈസി ആകുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമാകുമായിരുന്നു. ഇത് അന്ന് കണ്ടെത്തിയപ്പം ഇങ്ങനെ ആയി, ആ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളായി പുതിയൊരു സിസ്റ്റം ലോകത്ത് 2-3 വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ വന്നാൽ പോലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് വിഭാഗം ജനങ്ങൾ പോലും നമ്മളെ സിസ്റ്റം പോരാ, പഴയ തന്നെയായിരുന്നു നല്ലതെന്ന് ഒരാളും പറയില്ല. അത്രയും ലൈഫ് അഡ്വാൻസ്ഡ് ആവും. പുതിയൊരു സിസ്റ്റം വരുമ്പോൾ ലൈഫ് ഏതൊരു സിസ്റ്റം വരികയാണെങ്കിലും അത്രയും അഡ്വാൻസ്ഡ് ആവും. ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഒരു ബേസാണ് ലോകത്ത് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയത്. കറണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുമ്പോൾ വിചാരിച്ചോ ഇത് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരും. കറണ്ട് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, അത്രയേ ഉള്ളൂ. ഇലക്ട്രോണിൻ്റെ ഒരു ഒഴുക്ക് കറണ്ട്. പക്ഷെ ആ ഒരു കറണ്ടിൻ്റെ പിൻബലമാണ് ഇന്ന് ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും ബേസ്. ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സംശയമില്ല. നമ്മൾ മൊബൈൽ ഫോണാണ് എന്ത് സംഭവമാണെങ്കിലും കറണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ ഇന്ന് ജനസംഖ്യ പോലും ഒരു 30% കുറയും. ലോകത്തെ ജനസംഖ്യ പോലും 30% കുറയും. അത്രയും ഇതാണ്. അപ്പോൾ പിന്നെ നമ്മൾ സാറ് പറഞ്ഞ ഇതൊന്ന് പുതിയ ഒരു നമ്മൾ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന സ്വാഭാവികമായി വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? കാരണം പലതിൻ്റെയും ഒരു എങ്ങനെയാണ് ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ വശം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. പുതിയൊരു റോഡ് വരുമ്പോൾ ഒരു 2-3 ആൾക്ക് വീട് പോവുകയാണെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യല്ല. പക്ഷെ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. വീട് പോയവർക്ക് വീട് പോയി എന്ന് ചർച്ച ചെയ്യില്ലല്ലോ. ലോകത്ത് എന്തൊരു സംഭവം വരികയാണെങ്കിലും ചെറിയ മൈന്യൂട്ട് സംഭവങ്ങൾ എന്തെങ്കിലും, ഇപ്പം ക്യാൻസറിന് പോലും കീമോ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിനേക്കാൾ വലിയൊരു സംഭവത്തിലേക്ക് തുടക്കം കുറിക്കുക എന്നുള്ളവർക്ക് ആ ചെറിയ മൈന്യൂട്ട് സംഭവങ്ങളെ വില കൽപ്പിക്കാറില്ല. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം ഒരു ഡേറ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാങ്കല്പിക സംഭവമാണ്, അല്ലാതെ ഒരു ബിൽഡിംഗ് ഇല്ല. നാളെ ഇപ്പം തലസ്ഥാനം അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഡേറ്റിന് അങ്ങനെ പ്രശ്നം അല്ല. അങ്ങനെ മാറ്റുമ്പോൾ പഴയ ഡേറ്റുകളോ ബാക്കി കാര്യങ്ങളോ ചരിത്രത്തിൽ ഇന്നലകളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മിസ് ഗൈഡൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? അങ്ങനെ എന്തുണ്ടാവാനോ? ഇവിടെ കലണ്ടർ സെപ്റ്റംബർ കൂട്ടക്കൊല സംഭവം ഇല്ലേനോ, അത് ഓഗസ്റ്റിൽ സംഭവിച്ചതാണ്. പിന്നെ എങ്ങനെ സെപ്റ്റംബർ കൂട്ടക്കൊലായി? അത് കലണ്ടർ മാറിയപ്പോൾ സെപ്റ്റംബറിലേക്ക് മാറി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കൂല. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഒരു 100 വർഷം കഴിഞ്ഞാൽ ചർച്ച ചെയ്യൂല. അന്ന് പുതിയ സംഭവങ്ങൾ വരും ചർച്ച ചെയ്യാൻ. ഇവിടെ ഒരു 1500, 1600, 1700 ജീവിച്ച ആരെങ്കിലും കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അത് ആ കാലത്ത് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച സംഭവമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു 1-2 വർഷം കാരണം ഒരു 100 വർഷം കഴിയുമ്പോൾ ലോകം മാറും. ഇവിടെ പുതിയ ആൾക്കാർ വരും, പുതിയ സംഭവങ്ങൾ വരും. ഇതൊരു ട്രാക്കാണ്. കലണ്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ട്രാക്ക്. ഇതിലേക്ക് ഓരോരുത്തർ ജനിച്ച് വീഴും, ഇത് ശരിയാന്നുള്ള സങ്കല്പത്തിൽ കുറേ ഓടും, അയാൾ മരിച്ചു പോകും, പുതിയ വേറെ ആൾ വരും, ഇങ്ങനെ ജീവിച്ച് കറങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ ഇതിപ്പോൾ ആരാണ് നടപ്പിലാക്കേണ്ടത്, എവിടെ എത്തേണ്ടത് സാർ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത്? എങ്ങനെയാണ്? ഞാൻ ഇപ്പം നമ്മളെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തിലുള്ള കലണ്ടറൊക്കെ പ്രിൻ്റ് ചെയ്ത് ഒരു 500 പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഓരോന്ന് കൊടുത്ത് പിന്നെ നമ്മൾ എല്ലായിടത്തും മെയിൽ ചെയ്തു, എല്ലാവർക്കും മെയിൽ ചെയ്ത്, UN-ക്കൊക്കെ മെയിൽ ചെയ്തു. മെയിൽ ഇതുവരെ ആരും ഓപ്പണാക്കിയ റീഡാക്കിയ ഒരു കോൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും ഒരു പിടുത്തം വരും എന്നുള്ള വിശ്വാസവും സങ്കല്പവും. കാരണം ഞാൻ ഇന്ന് ചിന്തിച്ചതുപോലെ എന്തായാലും ഒരു 50-100 വർഷം കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കും, യാഥാർത്ഥ്യമാവും. ലോകത്ത് കലണ്ടർ സിസ്റ്റം മാറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ അല്ലെങ്കിൽ വേറെ ആൾ മാറ്റും. സാറിൻ്റെ അതേ മനോഭാവത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇതിലേക്ക് പിന്നെ ഈ റിസർച്ച് നടത്തുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. കലണ്ടർ സിസ്റ്റം മാറണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും നടക്കണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു തുണ ആവുമായിരുന്നു. ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് യാഥാർത്ഥ്യമാകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യൻ എന്തും അഡ്വാൻസ്ഡ് ആണ്, സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇത് മാറുന്നു നമ്മൾ ഉറപ്പ് പറയണേ. അഡ്വാൻസ്ഡ് ആണോ ജനങ്ങൾ മാറും, സ്വീകരിക്കും. ഫസ്റ്റ് ഇപ്പം എന്ത് സംഭവം വരുമ്പോഴും 2-3 കൊല്ലം എതിർക്കും, 3-4 കൊല്ലം എതിർക്കും, അത് കഴിഞ്ഞാൽ വരും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എല്ലാ സംഭവങ്ങളും അതിന് ഉദാഹരണങ്ങൾ തന്നെയാണ്.
ഒരു 10-50 വർഷം മുന്നേ കമ്പ്യൂട്ടറിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ JCB ട്രാക്ടറിനൊക്കെ എതിരെ പ്രശ്നങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. അത് എന്ത് സംഭവം വരുമ്പം ചെറിയൊരു എതിർപ്പുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആവശ്യമായി വന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് ഒരു 1-2 ആളുണ്ടായിരുന്നു. അവർ തുടങ്ങി. ഇതേപോലെ ഇതൊരു സ്പേസും ആണല്ലോ സാറിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്പേസ്. ആ സ്പേസ് എവിടെയാണ് സാർ കാണുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ള? ഇപ്പൊ UN കുറിച്ച് പറഞ്ഞു. UN തന്നെയാണ് ഇതിന്റെ. UN എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്. UN എന്ന് പറഞ്ഞാൽ 1945 2ാം ലോക മഹായുദ്ധമായിട്ട് വന്ന ഒരു സംഭവമാണ്. ഇനി ഇത് വരേണ്ടതെന്ന് UN തീരുമാനിക്കണം. UN അവർക്കൊരു 10-50 ആൾക്ക് നമ്മളെ ആശയങ്ങൾ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി, ബോധ്യപ്പെട്ടാൽ ശരിയാന്ന് സങ്കല്പിച്ചാൽ 2029 മുതൽ ഇതാ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർന്നു. അത്രയേ ഉള്ളൂ. യെസ്. അപ്പൊ എല്ലാ മാസങ്ങൾ സ്റ്റാർട്ടിങ് ജനുവരി ആയിരിക്കും. ജനുവരി 1 തിങ്കളിൽ തുടങ്ങും. ഞാൻ 2029 എന്ന് പറയാൻ കാരണം ഇനി ജനുവരി 1 തിങ്കളിൽ തുടങ്ങല് 2029 അത് നമ്മളെ ജനുവരി 1 തുടങ്ങേണ്ടത് തിങ്കളിലാണ്. ഇവിടെ നമുക്കറിയാം ഈ വീക്കെൻഡ് ഏതാണ്? സൺഡേ ആണ്. വീക്കെൻഡ് സൺഡേ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നതും കലണ്ടറിലൊക്കെ സൺഡേ മൺഡേ ട്യൂസ്ഡേ ആണ്. അതിന് നമ്മൾ ഫസ്റ്റിനെ കൊണ്ടുപോയിട്ട് പറയാണ് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നാണല്ലോ പറയുന്നത്. വീക്കെൻഡ് സൺഡേ ആകുമ്പോൾ സൺഡേനെ ലാസ്റ്റ് തന്നെയാണ്. അതെ. അപ്പോൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒന്ന് ചെറിയ ചെറിയ ഡിഫോൾട്ടുകൾ അത് കുറേ വന്നപ്പം വലിയതായി ആ ഒരു ഫാൾട്ട് ശീലമായി. അതുകൊണ്ട് അത് ശരിയായി. അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനുവരി 1 തിങ്കളാവും. ആ ജനുവരി 1 തിങ്കൾ തന്നെ ആയിരിക്കും. 2029 കഴിഞ്ഞ് 30-ലും തിങ്കൾ തന്നെ അങ്ങനെ ആയിരിക്കും. 31-ലും തിങ്കൾ. ഒന്നും സംഭവിക്കൂല. ഫെബ്രുവരി 1 തിങ്കള്, മാർച്ച് 1 തിങ്കള്. ഇതൊക്കെ നമ്മൾക്ക് എളുപ്പമാവാൻ നമ്മൾ കണ്ടെത്തിയാണ്. ഒന്നും സംഭവിക്കാൻ പോണില്ലായിരുന്നു. ഇതൊരു 50 വർഷം 100 വർഷം മുമ്പ് കണ്ടെത്തി ഇംപ്ലിമെന്റ് ആയിരുന്നെങ്കിൽ ഇതായിരുന്നു ശരി. അപ്പോൾ അങ്ങനെ വന്ന് ജനുവരി മാസത്തിലെ ജനുവരി 30 വരെ ഫെബ്രുവരി ഡിസംബറിലാണ് ലാസ്റ്റ് കഴിഞ്ഞ 5 ദിവസം എക്സ്ട്രാ വരും. 5 ദിവസം ആ ഒരു 5 ദിവസം നമ്മളെ ലൈഫ് എളുപ്പമാവാൻ, നമ്മളെ ലൈഫ് ഈസി ആവാൻ, നമ്മൾക്ക് എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാൻ, നമ്മളെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ പണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന സംഭവമല്ല. ഇവിടെ 100 വർഷം മുമ്പ് ജീവിച്ച ഒരു രാജാവ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ലൈഫിലെ ഒരു ദിവസം ആസ്വദിക്കുന്ന പോലെ അയാളെ ലൈഫിൽ ആസ്വദിച്ചിട്ടുണ്ടാവില്ല. ഒരു AC ഒരു മിനിറ്റ് പോലും ഇരുന്നില്ല. AC ഇല്ലാന്ന്. നല്ലൊരു പാട്ട് കേൾക്കുക, നല്ലൊരു സിനിമ, ഒരു യൂട്യൂബോ ഗൂഗിൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിച്ച ഭക്ഷണം ലൈഫിൽ കഴിച്ചിട്ടില്ല. ഒരു രാജാവും കഴിച്ചിട്ടില്ല. 100-150 വർഷം. നമ്മൾ സൈക്കിൾമേ പോയിണോന്ന് സംശയക്കാരം. കൂടിപ്പോയാൽ ചൂടെടുത്തപ്പോൾ 4-5 പെണ്ണുങ്ങൾ ഇങ്ങനെ വിസറി കൊടുത്തെന്നല്ലാതെ വേറൊന്നും അനുഭവിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ലൈഫിലൊരു ഓറഞ്ചോ ആപ്പിളോ തിന്നുണ്ടാവില്ല. ഒരു 150 വർഷം മുന്നേ തിരുവിതാംകൂർ രാജാവൊന്നും. കാരണം ആപ്പിൾ ഓറഞ്ച് പുറത്തുനിന്ന് വരാനുള്ള വാഹന സൗകര്യം ഇതും ഇല്ല. 150 വർഷം മുന്നേ ഒരു തലവേദന ആയപ്പോൾ ഒരു ടാബ്ലറ്റ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല. ഇല്ല. ഇതൊക്കെ വളരെ അടുത്ത് വന്ന സംഭവങ്ങളാണ്. എന്ത് സംഭവമാണെങ്കിലും. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റത്തിൻ്റെ ചരിത്രത്തിനിടയിൽ ഈ എന്തുകൊണ്ട് കലണ്ടർ മാറിക്കൂടാ എന്നുള്ള ചോദ്യമാണ് പ്രസക്തി. അതെ. ഇതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ലോകത്ത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ആ പരിപാടി അന്നത്തോടു കൂടി നിർത്തി വേറെ പരിപാടിയായിട്ട് തുടർന്ന് പോകും. ഇല്ലേ, ഇതിന് ഇനിയും ലീവ് എടുത്ത് ഇതിൻ്റെ ഒരു അവസാനം വരെ നമ്മളവിടെ എത്തിയിരിക്കും. ലീവ് എടുക്കാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ എപ്പോഴും പൂതി. പക്ഷേ ഒരു സാലറി എന്നുള്ള ഒരു സംഭവത്തിൽ ബ്രേക്ക് ചെയ്തായിട്ട് ഇനിയും 2ാമത് ജോലിക്ക് കയറിയാണ്. പക്ഷേ നമ്മൾ ഏത് നിമിഷവും ലീവ് എടുക്കും. ഇതിൻ്റെ പിന്നിൽ നടക്കും. ഇതിനൊരു അവസാനം കാണും. ഇപ്പോൾ ഒരു മാസം ലീവായിട്ടുണ്ട്. ആ ഒരു മാസത്തിൽ എന്താ ഇത് നടത്തിയിട്ടുള്ള പ്രധാനമായിട്ട് കണ്ടെന്തൊക്കെയായിരുന്നു? നമ്മൾ ഒരുപാട് പേരെ കാണണം. ഒരുപാട് പേരെ പേഴ്സണലായിട്ട് കാണാനുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ കണ്ടു. ഇനിയും കാണാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിലൊരു ഫുട്ബോൾ കളി ഉണ്ടായപ്പോൾ അതിൽ ഒന്ന് ആവേശത്തിൽ ഇറങ്ങിയതാണ്. കാലിന് ചെറിയ പരിക്ക് പറ്റി 2 ആഴ്ച കിടക്കേണ്ടി വന്നു. റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ലീവ് വരുന്ന സമയങ്ങളിലൊക്കെ അതല്ലാത്ത സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമായിരിക്കുമല്ലോ. ഏത് സമയത്തും. അല്ലാത്ത സമയം എന്നല്ല. നമ്മളെ ഒരു പാഷൻ ഉണ്ടോ, ആ ഒരു ഇതിൽ സത്യമുണ്ടോ, ആ ഒരു സംഭവം ലോകത്ത് ഇംപ്ലിമെൻ്റ് ആവും. ഒരു സംശയവും ഇല്ല. ഇത് ലോകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവമേ അല്ല. ഇപ്പോൾ ഒരു കാരണം ഒന്ന് ഫിസിക്കലി അല്ല, സാങ്കല്പിക സംഭവമാണ്. ഇത് ഇംപ്ലിമെൻ്റ് ആവും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. ഇനി രസം വൈകുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് വൈകും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ശരി. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നീന്തൽ താരം ആരാണ്?
ലോകത്ത് ഒളിമ്പിക്സ് ഉണ്ടോ ഫസ്റ്റ് ഓനാണ്. വെള്ളത്തിൽ നിന്നുള്ള എല്ലാ ഐറ്റംസിനും മൈക്കൽ ഫിലിപ്സ് അമേരിക്കൻ താരം. അതിന് കാരണം എന്താണ്? പ്രാക്ടീസ് അല്ല. പ്രാക്ടീസാണ് അതിനായിട്ടും കൂടുതൽ വെള്ളത്തിൽ നിൽക്കുന്ന എത്രയോ മണൽ തൊഴിലാളികളും ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. പ്രാക്ടീസ് അല്ല അതിൻ്റെ ഉത്തരം. നമുക്കറിയാത്ത എന്തോ ഒരു സംഭവം വെള്ളത്തിൽ നിന്ന് ഓനെ അറിയാം. അത് ഓൻ ചെയ്താൽ വെള്ളത്തിൽ നിന്ന് ഫസ്റ്റ് കിട്ടുകയാണ്. ലോക ഒളിമ്പിക്സിൽ 4 മെഡലാണ് ഒരാ വ്യക്തിക്ക് കിട്ടുന്നത്. നമ്മൾ 150 കോടി ജനങ്ങളുണ്ടായിട്ട് ഒരു മെഡൽ ഉറപ്പിച്ച് പോകാൻ പറ്റില്ല. കാരണം ആ ആക്യുറേറ്റ് സംഭവം അറിയാം, അത് നമുക്കറിയില്ല. അത് നാളെ നമുക്ക് പറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ നമുക്കും നാളെ ഫസ്റ്റ് കിട്ടും അല്ലെങ്കിൽ. അപ്പം എന്തൊരു സംഭവത്തിനും ഇപ്പം എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ഓരോരുത്തരുണ്ട്. അതെ അതെ, ഓരോരുത്തരും ഓരോ രീതിയിൽ എക്സ്പേർട്ടായിരിക്കും. ആ എക്സ്പേർട്ടുള്ള ആൾ ആ ഒരു വിഷയത്തിൽ എക്സ്പേർട്ടാണെങ്കിൽ പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് അവരെന്തോ പറയുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും. ഇപ്പം കലണ്ടറിനെ കുറിച്ച് ഞാൻ എന്തോ പറയുകയാണെങ്കിൽ എൻ്റെ 25 വർഷത്തെ ഒരു എക്സ്പീരിയൻസും അനുഭവവും റിസർച്ചിൻ്റെയും അനന്തരഫലമാണ്. കലണ്ടറിനെ കുറിച്ച് ഇങ്ങോട്ട് എന്ത് ചോദിക്കുകയാണെങ്കിലും എനിക്ക് വിത്തിൻ സെക്കൻഡ്സ് കാണാതെ പറയാൻ പറ്റും. എത്ര വർഷം ബാക്കോട്ടായാലും മുന്നോട്ടായാലും നിങ്ങൾ സാറ് ഡേറ്റോ ദിവസമോ ചോദിക്കണത്? ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ. ചോദിക്കാം. 1939 സെപ്റ്റംബർ 1. 39 എനിക്കറിയില്ല, പക്ഷെ നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 112 വർഷം കൂട്ടിയാൽ സെയിം കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം 39 100 കൂട്ടുക 139 ആയി. അതിക്കൊരു 12 കൂട്ടുക 49 50 51 കിട്ടി. 51 എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിന് 28 വർഷം കുറച്ചാൽ എനിക്ക് സെയിം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. 51 28 കുറക്കാൻ 41 31 21 23 കിട്ടി. 23 അറിയില്ല എന്നുള്ള എനിക്ക് മാത്രമേ അറിയണ ഉത്തരാണ്. എനിക്ക് ഒന്ന് ശ്രമിക്കണം കിട്ടണമെങ്കിൽ. പക്ഷെ എനിക്കറിയാം ഒരു 95 സെയിമായി വരും. 2005 15 25 23 സെയിമായി 95 സെയിമായി വരും. ഇനി ഏത് മാസമാണ് പറഞ്ഞത്? സെപ്റ്റംബർ 1. 1939 സെപ്റ്റംബർ 1. 503 514 4 കൂട്ടിയാൽ സെയിം കിട്ടും. സെപ്റ്റംബർ 1 അല്ലേ? 4 + 1 5. 5 ആണെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. 1 ആണെങ്കിൽ മൺഡേ, 2 ആണ് ട്യൂസ്ഡേ, 3 ആണ് വെനസ്ഡേ, 4 ആണ് തേഴ്സ്ഡേ, 5 ആണ് ഫ്രൈഡേ, 6 ആണെങ്കിൽ സാറ്റർഡേ, ബാലൻസ് ഇല്ലെങ്കിൽ സൺഡേ. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അതിനാണ്. അപ്പോൾ ആ കലണ്ടറിന്റെ എത്ര ഇത് സാർ പഠിച്ചിട്ടുണ്ടാവും? അങ്ങനെ കലണ്ടർ ആ ഒരു കാണാപ്പാടം ഉണ്ടല്ലോ. അതെ, എത്ര വർഷത്തും പറയാലോ, കാൽക്കുലേറ്റ് ചെയ്ത് പറയല്ലേ. ഇപ്പോൾ 1931 ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എത്ര വർഷത്തും പറയുന്നു പറഞ്ഞു. അപ്പോൾ ഒരു 28 വർഷം കൂടുമ്പോൾ എന്തായാലും സെയിം കിട്ടും. അപ്പോൾ 28 കൂട്ടിയിട്ട് നമ്മൾ ആ കിട്ടണതിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ 28ൻ്റെ ഗുണിതം നെക്സ്റ്റ് 56 ആണ്. 56ൻ്റെ അടുത്ത ഗുണിതം 112 ആണ്. സെയിം ആയിട്ട് കിട്ടും. 1945 ഒക്ടോബർ 24. 45 എനിക്കറിയില്ല, അപ്പോൾ വേഗം 28 കിട്ടുക. 55 65 75 73 കിട്ടി. 73 എനിക്കറിയില്ല. 83 93 2003 2001 സെയിം കിട്ടി. സെയിം ഇയർ കിട്ടി. ഏത് മാസം കഴിച്ചേ? ഒക്ടോബർ 24. 0 3 3 -1 4 -1 2 5 0 24 വെനസ്ഡേ. 24ക്ക് 0 നമ്മൾ കൂട്ടിയത്. 0 കൂട്ടുകാരനാ 24 തന്നെയാണ്. 24 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 21. ബാലൻസ് എന്തുണ്ട് നോക്കി. ബാലൻസ് 1 ആണെങ്കിൽ 3 ഉണ്ട്. 1 ആണെങ്കിൽ മൺഡേ, 2 ആണ് ട്യൂസ്ഡേ, 3 ആണെങ്കിൽ വെനസ്ഡേ. സാർ പഠിക്കുന്ന കാലത്ത് മാത്സിൽ പുലിയായിരുന്നു? അല്ല, ഇത് നമ്മളൊരു സംഭവം നമുക്ക് പാഷനും ഹോബിയും ആണെങ്കിൽ അതിൽ നമ്മൾ പോലും അറിയാതെ അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടും. അല്ല, എന്നാലും മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു? ഇഷ്ടപ്പെട്ട വിഷയം അല്ല എന്ന് വേണം പറയാൻ. തന്നെ അല്ല, ഒരിക്കലും അല്ല. പക്ഷെ അതിന് ശേഷം ഇത്രയും പിന്നെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി ആ പാഷൻ വന്നതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ നമ്മൾ ഇൻസ്പയർ എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ലൈഫിൽ ഓരോരുത്തർ വരും. നമ്മൾ എത്ര കഷ്ടപ്പാടും പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ നമ്മളെ ലൈഫിൽ ഇൻസ്പയർ ആയിട്ട് വരും. നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ വലിയ മാർക്ക് ഉണ്ടായിനൊക്കെ ചോദിച്ചില്ലേ? 5 3 2 ഒക്കെയാണ് നമ്മളെ മാർക്ക്. 8 10 ജസ്റ്റ് പാസ്സാണ്. പക്ഷേ നമ്മളെ ലൈഫ് പിന്നെ ഒരു പഠിപ്പിക്കാൻ പോയപ്പോൾ ഒരു ടീച്ചർ വന്ന് ഇൻസ്പയർ തന്നെയാണ്. നമ്മൾ 2 സംഖ്യയായിട്ട് ബോർഡുമേ എഴുതിയായിട്ട് ഗുണിച്ച് അതിൻ്റെ നേരെ അടിയിൽ ഉത്തരവ് എഴുതി. ക്രിയ ഒന്നുമില്ല. അതുവരെ നമ്മൾ ക്രിയ ചെയ്ത് അടിക്ക് പോകുന്നത് എവിടെ അതിൻ്റെ ഉത്തരം എന്ന് മനസ്സിലായില്ലേ? അത്രയും അടിക്ക് പോകുന്നു. ഈ ഒരു സമയത്താണ് ടീച്ചർ ഒറ്റയടിക്ക് ഉത്തരം എഴുതിയത്. അപ്പോൾ നമ്മളെ ലൈഫിൽ ഇത്രയും വലിയ പഠിച്ചുണ്ടാക്കിയ സംഭവം ഇത്രയും മിനിറ്റ് കൊണ്ട് തീർന്നെങ്കിൽ ഇതിന് വേറെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ഓരോ സംഭവങ്ങൾക്കും ഓരോരോ മെത്തേഡ് ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ മെത്തേഡാണ് നമ്മൾ പഠിക്കേണ്ടത്. എപ്പോഴും ഷോർട്ട് കട്ട് നമ്മൾ ഇപ്പോഴും പഴയ സിസ്റ്റം ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മളെ പഠന രീതി മാറ്റണം, ചിന്താഗതികൾ മാറ്റണം, സങ്കല്പങ്ങൾ മാറ്റണം. ലോകത്ത് 100 വർഷം മുന്നേ മനുഷ്യൻ എന്താണോ ചെയ്ത്, എന്താണോ ചിന്തിച്ച്, എന്താണോ സങ്കല്പിച്ച് അതന്നെ ആയിരുന്നുവെങ്കിൽ ഇപ്പം 1900 ലൈഫ് എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും നമ്മൾ ലൈഫ് ചെയ്യേണ്ടത്. അതിലൊക്കെ മാറ്റം വന്ന് പുതിയ പുതിയ ചിന്താഗതികൾ, പുതിയ പുതിയ സ്വപ്നങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ എന്ത് റിസ്ക്കും എഫേർട്ടും എടുത്ത് യാഥാർത്ഥ്യമാക്കുന്നത് കൊണ്ട് മാത്രമാണ് ലൈഫ് ഇത്രയും അഡ്വാൻസ്ഡ്.
അപ്പോൾ ഏതായിരുന്നാലും പിന്നെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതിൽ ആളുകളുടെ ചിന്തകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ കിട്ടി. പിന്നെ അതുമല്ല ഈ കലണ്ടർ ഇനി സ്വാഭാവികമായിട്ടും ഈ കലണ്ടർ എങ്ങനെ കാണാൻ പറ്റുക, ഇതെങ്ങനെ കിട്ടുക, ഇത് നെറ്റിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം. ഇതെങ്ങനെ നമുക്കൊന്ന് നോക്കാൻ പറ്റുക ഈ കലണ്ടർ ജനുവരി മുതൽ ഇത്ര വരെ എങ്ങനെ ഏതാണെന്നുള്ളത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് അത്തരം ഒരു ശ്രോതാവ് കേൾക്കുമ്പോൾ വരുന്ന സംശയങ്ങൾക്ക് എന്തായിരിക്കും നമുക്ക് മറുപടി പറയാം? മറുപടി ഇപ്പം നമ്മളെ ഇൻസ്റ്റയിലോ അല്ലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ നമ്മൾ വിടാറുണ്ട്. സാറിൻ്റെ ഫേസ്ബുക്ക് എങ്ങനെ, അതിൻ്റെ ഐ ഡി എങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ഷാജഹാൻ PK 71. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാറേ, ഇത്രയും സമയം പിന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കുറേ കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ അതിലൊരു പുതിയ വെളിച്ചം ലഭിക്കാവുന്ന രൂപത്തിലായി. പക്ഷേ 2029 അതാണ് ഒരു പ്രതീക്ഷയുടെ ഇരുണ്ട തുരങ്കത്തിനപ്പുറം ഒരു വെളിച്ചമുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ആ ഒരു വെളിച്ചം ഒരുപക്ഷെ അവിടെ കണ്ടേക്കാം, പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും ഇതിൽ നിന്ന് വളരെ പിന്നെ ഊർജ്ജസ്വലമായി തന്നെ ഈ രംഗത്തോടുകൂടി ഈ ഒരു രംഗത്തേക്ക് സാർ ഇറങ്ങുന്നു, മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഒരു കലണ്ടറിൻ്റെ മാറ്റത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് സാറിൻ്റെ ഓരോ വാക്കുകളും. അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷയത്തോടുള്ള ആ ഒരു പാഷൻ, അതിൽ ഉറച്ചു നിൽക്കുന്നുള്ള ആ ഒരു മനോഭാവം, പിന്നെ നേരത്തെ പറഞ്ഞ ഒരു നീന്തൽക്കാരന് അയാളുടെ പിന്നെ വള്ളത്തിൽ നിന്നുകൊണ്ട കാര്യമില്ല, പക്ഷെ ഒരു യുണീക്ക്നെസ് അയാൾക്കുണ്ട്. ആ യുണീക്ക് എന്താണ്, അതന്നെ നമ്മളിൽ ആ യുണീക്ക് നമ്മൾ കണ്ടെത്തും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിട്ടാവുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. വളരെ സന്തോഷമുണ്ട്, വളരെ കൃതജ്ഞത അറിയിക്കുകയാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ സാറിനും ഇവിടെ പങ്കെടുത്തതിനും വലിയ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ അപ്ഡേഷനുമായി മറ്റൊരു സവിശേഷത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.